ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास. चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? ഇവിടെ തന്നിട്ടുള്ള ലൈൻസിൽ ചൂൽഹെ കാ റോന അതുപോലെ ചക്കി കാ ഉദാസ് ഹോന എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? घर में खाद्य पदार्थों की अभाव होने के कारण कई दिनों तक भोजन पकाया नहीं गया. വീട്ടിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നത് കൊണ്ട് കുറേ ദിവസത്തേക്ക് ഭോജനം പാകം ചെയ്തില്ല. इसलिए कई दिनों तक चूल्हा और चक्की का उपयोग भी नहीं किया गया. അതുകൊണ്ട് കുറേ ദിവസങ്ങളോളം വീട്ടിൽ ഈ അടുപ്പും ചൂൽഹ അതുപോലെ തന്നെ ചക്കിയും ഉപയോഗിച്ചിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ये पंक्तियाँ किस हालत की ओर इशारा करती है? ഈ വരികൾ ഏത് അവസ്ഥയാണ് കാണിക്കുന്നത്? अकाल में जब घर में खाने की चीज़ें ही नहीं हैं तब दीप जलाने के लिए तेल भी नहीं होगा. അതായത് ഈ ക്ഷാമത്തിൻ്റെ അവസ്ഥയിൽ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ദീപം തെളിയിക്കാനായിട്ട് എണ്ണയൊന്നും ഉണ്ടാകില്ല. इसके कारण घर में कोई कीड़े भी नहीं आते होंगे. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു പ്രാണികളും വരുന്നുണ്ടാവില്ല. इसलिए छिपकलियाँ कीड़ों को ढूंढते हुए दीवारों पर घूमते रहते हैं. അതുകൊണ്ട് പല്ലികൾ ഇൻസെക്ട്സിനെ തിരഞ്ഞുകൊണ്ട് ചുമരിലൊക്കെ ഓടി നടക്കുന്നത്. घर में कोई खाद्य पदार्थ नहीं होने के कारण चूहे भी परेशान होकर हार गए हैं. വീട്ടിൽ ധാന്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എലികളും വളരെയധികം വിഷമിച്ച് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാനെ ആയേ ഘർ കെ അന്തർ കई दिनों के बाद धुआं उठा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से കവി क्या कहना चाहते हैं? ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? कवि ने इन पंक्तियों में अकाल के बाद के दिनों का चित्रण किया है. जब अकाल के बाद दाने घर में आए तो आंगन से धुआं उठने लगता है. കവി ഈ വരികളിൽ അകാലിന് ശേഷമുള്ള സമയമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അകാലിന് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ വന്നപ്പോൾ മുറ്റത്തു നിന്നും പുക ഉയരാനായി തുടങ്ങി. इसका मतलब है कि घर में चूल्हा जलाया जा रहा है. यह घर में खाना पकाए जाने का संकेत देता है. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നുണ്ട് എന്നതാണ്. ഇത് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, കവി അകാലിനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പം അകാൽ എന്നുള്ള ഹെഡിങ്ങിന് താഴെയുള്ള പോയിൻറ്റ്സ് ആദ്യം ഫില്ല് ചെയ്യണം. അതിനുശേഷം അതിനെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാണ് വേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, ചൂൽഹെ കാ റോന. സെക്കൻഡ് വൺ, ഭീത് പർ ചിപ്കലിയോ കി ഗശ്ത്, ചക്കി കാ ഉദാസ് രഹന, ഷിക്കസ്ത് ഹാലത് വാലെ ചൂഹെ. ഇനി ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. അകാൽ കാ സമയ് ബഹുത് ഭീഷൺ ഹെ. ക്ഷാമം എന്ന അവസ്ഥ വളരെ ഗുരുതരമാണ്. घर में कोई खाद्य पदार्थ नहीं है. इसी के कारण चक्की और चूल्हे का इस्तेमाल नहीं किया जाता. यह बात व्यक्त करने के लिए कवि ने कहा है कि चूल्हा रो रहा है और चक्की उदास है. വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ചക്കിയും അതുപോലെ ചൂൽഹയും കുറേ ദിവസമായി ആരും ഉപയോഗിക്കുന്നില്ല. ഇത് കാണിക്കാൻ വേണ്ടിയാണ് കവി പറയുന്നത് ചൂൽഹ കരയുന്നു, ചക്കി വിഷമിച്ചിരിക്കുന്നു എന്ന്. घर से कोई खाना न मिलने के कारण कुत्ते चक्की और चूल्हे के पास खाने की प्रतीक्षा करते हुए सो जाते हैं.
ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന് പട്ടികൾ ചൂൽഹയുടെയും ചക്കിയുടെയും അടുത്ത് കിടന്നുറങ്ങുന്നു. घर में तेल के अभाव के कारण दीप भी नहीं जलाए जाते, इसलिए छिपकलियों को खाने के लिए कीड़े भी नहीं मिलते. അപ്പോൾ വീട്ടിൽ എണ്ണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദീപങ്ങളൊന്നും കത്തിക്കുന്നില്ല. അപ്പോൾ ഇൻസെക്ട്സ് വരാത്തത് കൊണ്ട് പല്ലികൾക്കും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. खाद्य पदार्थों के अभाव में चूहों की हालत भी शिकस्त रहती है. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ എലികളുടെ അവസ്ഥയും വളരെ മോശമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലും നേരത്തെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അകാൽ കെ ബാദിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു പാരഗ്രാഫ് എഴുതുക. घर के अंदर दाने का आना, घर भर की आँखों का चमक उठना, आंगन के ऊपर धुएं का उठना, कौवे के पंखों का खुजलाना. घर के अंदर दाने आते हैं और चूल्हा जलने के कारण आंगन से धुआं भी उठता है. വീട്ടിലെ ധാന്യങ്ങൾ വരുന്നു, അടുപ്പ് കത്തിക്കുന്നത് കൊണ്ട് തന്നെ മുറ്റത്ത് നിന്നും പുക ഉയരുന്നു. घर भर की आँखें चमक उठती है. വീട്ടിലുള്ള എല്ലാത്തിൻ്റെയും കണ്ണുകൾ തിളങ്ങുന്നു. अब तक घर में किसी ने भी भोजन ग्रहण नहीं किया है, मगर भोजन मिलने की संभावना मात्र से सब खुश है. ഇതുവരെ വീട്ടിലുള്ള ആരും തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷേ ഭക്ഷണം കിട്ടും എന്നുള്ള ആ പോസിബിലിറ്റി കാരണമാണ് അവർ സന്തോഷിക്കുന്നത്. സംഭാവന, പോസിബിലിറ്റി. आंगन से धुआं उठता देख कौवे भी पंख कुजलाने लगते हैं. അപ്പം മുറ്റത്ത് നിന്നും പുക പോകുന്നത് കണ്ടിട്ട് കാക്കയും തൻ്റെ ചിറകുകൾ ചൊറിയുന്നു. कविता में कई दिनों तक और कई दिनों के बाद दोहराने का तात्पर्य क्या हो सकता है. കവിതയിൽ കൈ ദിനോ തക് അതുപോലെ തന്നെ കൈ ദിനോ കെ ബാദ് എന്നത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദുഹ്റാന, റിപ്പീറ്റ് ചെയ്യുക. आचार्य नागार्जुन की कविता है अकाल और उसके बाद. इसके पहले 4 पंक्तियों में कई दिनों तक की पुनरावृत्ति होती है. ആചാര്യ നാഗാർജുൻ്റെ കവിതയാണ് അകാൽ ഓർ ഉസ്കെ ബാദ്. ഇതിൻ്റെ ആദ്യത്തെ 4 വരികളിൽ കൈ ദിനോ തക് എന്ന ലൈൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുനരാവൃത്തി, റിപ്പീറ്റേഷൻ. യ അഭാവ് കി നിരന്തരത കോ സൂചിത് കർത്തി ഹെ. ഇത് ആ അഭാവത്തിൻ്റെ, ആ കുറവിൻ്റെ നിരന്തരമായ അവസ്ഥ, അതായത് അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്യുന്ന അവസ്ഥയെയാണ് കാണിക്കുന്നത്. कविता के आखिरी 4 पंक्तियों में कई दिनों के बाद की पुनरावृत्ति है. यह तक और बाद के बीच के लंबे अंतराल को स्पष्ट रूप से व्यक्त करती है. കവിതയുടെ അവസാനത്തെ 4 വരികളിൽ കൈ ദിനോ കെ ബാദ് എന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത് തക്കിൻ്റെയും ബാദിൻ്റെയും ഇടയിലുള്ള ആ വലിയ ഒരു അന്തരാൽ എന്ന് വെച്ചാൽ ഇൻ്റർവെൽ, അതിനെ സ്പഷ്ടമായി കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ അകാലുള്ള അവസ്ഥയും അകാലിന് ശേഷമുള്ള അവസ്ഥയും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ക്ഷാമത്തിന് ശേഷമുള്ള നല്ല സമയം വരണമെങ്കിൽ ഒരുപാട് കാലം ക്ഷാമത്തിൽ ജീവിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അകാൽ കെ ക്യാ ക്യാ കാരൺ ഹോ സക്തേ ഹെ, ചർച്ച കരേം. അകാൽ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് ചർച്ച ചെയ്യുക. अकाल और उसके बाद नामक कविता में बिहार में हुए अकाल का आँखों देखा हाल है. അതായത് ഈ കവിതയിൽ ബീഹാറിലുണ്ടായ ക്ഷാമത്തിൻ്റെ നേരിൽ കണ്ട അവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രാകൃതിക് ആപ്ദായെ, अत्यधिक जनसंख्या, बेरोजगारी, फसलों की असफलता, गरीबी और सरकारी दुकानों का प्रभावशाली ढंग से काम न करना आदि अकाल के मुख्य कारण है. പ്രാകൃതിക് ആപ്ദായ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസ്, കൂടിയ ജനസംഖ്യ, ബേരോസ്ഗാരി ജോലിയില്ലാത്ത അവസ്ഥ, തൊഴിലില്ലായ്മ, ഫസലോं की असफलता ക്രോപ്പ് ഫെയിലിയർ കൃഷി നാശം, ഗരീബി ദാരിദ്ര്യം, അതുപോലെ റേഷൻ ഷോപ്പുകളും
മറ്റ് സ്ഥാപനങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതും ക്ഷാമത്തിന് കാരണമാവാം. भूकंप, बाढ़, सूखा तथा महामारियों के कारण अकाल उत्पन्न हो जाती है. ഭൂകമ്പം, പ്രളയം, വരൾച്ച, അതുകൂടാതെ മഹാരോഗങ്ങൾ വരുന്നതുകൊണ്ടും ക്ഷാമം ഉണ്ടായേക്കാം. संसाधनों की संख्या जनसंख्या से कम होने पर और उसी हालत में फसलों की असफलता होने पर स्थिति गंभीर हो सकती है. संसाधन എന്ന് വെച്ചാൽ റിസോഴ്സസ്. അപ്പോൾ പോപ്പുലേഷനേക്കാളും റിസോഴ്സസ് കുറവായിരിക്കുന്ന അവസ്ഥയും അപ്പോൾ തന്നെ കൃഷിനാശം സംഭവിക്കുകയും ചെയ്താൽ ക്ഷാമം ഉണ്ടായേക്കാം. गरीब तथा बेरोजगार लोगों को खाद्य पदार्थ की उपलब्धि होने की संभावना बहुत कम होती है. തൊഴിലില്ലാത്തവരും ദരിദ്രരുമായ ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങളുടെ ഉപലബ്ധി എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. सही समय पर सरकारी दुकानों से उनको पर्याप्त खाद्य पदार्थ दिए नहीं जाते. ശരിയായ സമയത്ത് അവർക്ക് റേഷൻ ഷോപ്സും അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായ അളവിൽ സാധനങ്ങൾ കൊടുക്കുന്നില്ല, ലഭ്യമാക്കുന്നില്ല. इस प्रकार का भ्रष्टाचार भी अकाल पड़ने का बहुत बड़ा कारण बनता है. ഇതുപോലെയുള്ള ഭ്രഷ്ടാചാർ എന്ന് വെച്ചാൽ കറപ്ഷൻ, അഴിമതിയും അകാൽ ക്ഷാമം ഉണ്ടാവുന്നതിന് വലിയ ഒരു കാരണമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിത की പ്രാസംഗികത पर टिप्पणी लिखें. ഈ കവിതയുടെ പ്രസക്തിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. अकाल और उसके बाद कविता हिंदी के प्रगतिशील कवि नागार्जुन ने लिखा है. अकाल और उसके बाद എന്ന കവിത ഹിന്ദിയിലെ പുരോഗമനവാദിയായ കവി നാഗാർജുനാണ് എഴുതിയിട്ടുള്ളത്. इस कविता में कवि ने गरीबी तथा अकाल की भीषण हालत को स्पष्ट रूप से चित्रित किया है. ഈ കവിതയിൽ കവി ദാരിദ്ര്യവും അതുപോലെ തന്നെ ക്ഷാമവും ഉണ്ടാവുമ്പോഴുള്ള ഭയാനകമായ അവസ്ഥയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. कवि कहते हैं कि अकाल पड़ने पर सिर्फ एक घर के लोग यानी कि सिर्फ मनुष्य ही नहीं बाकी सारे जीव जंतु भी भीषण समस्या से जूझते हैं. കവി പറയുന്നത് ക്ഷാമം ഉണ്ടാകുമ്പോൾ ഒരു വീട്ടിലെ മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങളും വലിയ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭോജൻ ന മിൽനെ കെ കാരൺ സബി പരേഷാൻ ഓർ थके हुए रहते हैं. ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടും അതുപോലെ ക്ഷീണവും അനുഭവിച്ചാണ് ജീവിക്കുന്നത്. एक और जहाँ कवि अकाल की भीषणता के बारे में बात करते हैं तथा दूसरी ओर कवि अकाल के बाद के दिनों का भी वर्णन करते हैं. ഒരു വശത്ത് കവി ക്ഷാമത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു വശത്ത് ക്ഷാമത്തിന് ശേഷം നല്ല സമയം വരുമ്പോഴുള്ള അവസ്ഥയും ചിത്രീകരിക്കുന്നു. जिस घर में अकाल पड़ने के कारण मायूसी छा गई थी उसी घर में दाने आने के बाद खुशियाँ झलकती है. ഏത് വീട്ടിലാണോ ക്ഷാമം വന്നപ്പോൾ മായൂസി വിഷമം നിറഞ്ഞു നിന്നിരുന്നത് അതേ വീട്ടിൽ തന്നെ ധാന്യങ്ങൾ വന്നപ്പോൾ സന്തോഷം കൊണ്ട് മുഖം തിളങ്ങാൻ തുടങ്ങി. കവി ने इस कविता द्वारा दो विभिन्न स्थितियों का चित्रण किया है. കവി ഈ കവിതയിലൂടെ രണ്ട് വ്യത്യസ്തമായ അവസ്ഥയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. വിഭിന്ന ഡിഫറെന്റ്. जब तक भूख रहेगा तब तक अकाल और उसके बाद नामक यह कविता भी रहेगी. എത്ര കാലം വിശപ്പ് അല്ലെങ്കിൽ ക്ഷാമം നിലനിൽക്കുന്നുവോ അത്രയും കാലം അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന ഈ കവിതയും നിലനിൽക്കും.